ഒരു 3-4 ദിവസം മുമ്പേ നമ്മൾ ഫോം ഷീറ്റ് വെച്ചിട്ടൊരു കുഞ്ഞ് റോസ് പൂ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നല്ലോ, റൗണ്ടിൽ കട്ട് ചെയ്തിട്ട്. ആ കട്ട് ചെയ്തതിൻ്റെ ബാക്കി പീസാണ് ഇട്ടത്. അപ്പോൾ അത് ഞാനിപ്പോൾ സ്ക്വയറിൽ കട്ട് ചെയ്ത് 2x2 സെൻറ്റിമീറ്റർ ഒക്കെയാണ് തോന്നുന്നു ഞാനിത് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇത് കട്ട് ചെയ്യുമ്പോൾ ഇതാ ഇങ്ങനെ സ്ക്വയറാക്കി കട്ട് ചെയ്ത് പിന്നെ നമ്മൾ ഫ്ലവർ ആക്കുക ചെയ്യേണ്ടത്. അപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ എൻ്റെ കൈ നന്നായിട്ട് വിറക്കുന്നുണ്ടായിരുന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ ഈ ഇതുപോലത്തെ കുഞ്ഞു പരിപാടികൾ ചെയ്യുമ്പോഴൊക്കെ എൻ്റെ കൈ നന്നായിട്ട് വിറക്കും. പണ്ട് കോളേജിൽ പഠിക്കുന്ന സമയത്ത് പായസം വിളമ്പിയപ്പോഴും ന്യൂ ഇയറിൻ്റെ കേക്ക് കട്ട് ചെയ്ത് എല്ലാവർക്കും ഷെയർ ചെയ്തപ്പോഴൊക്കെ എൻ്റെ കൈ വരച്ചത് ഞാൻ നന്നായിട്ട് ഓർക്കുന്നു. അതൊക്കെ പോട്ടെ. അപ്പം നമ്മളിത് കട്ട് ചെയ്ത് ഫ്ലവറാക്കി നല്ല അടിപൊളി ഫ്ലവർ ആക്കിയതിന് ശേഷം നല്ല ഭംഗിയായിട്ട് അങ്ങോട്ട് ഇസ്തിരി ഇട്ട് കൊടുക്കുക. തുണി ഇസ്തിരി ഇടുന്ന പോലെ തന്നെ കൊടുക്കുക. നല്ല ചൂടുമാണ് കേട്ടോ, പേടിക്കേണ്ട, സാധനം ഉരുകി പോവില്ല. നല്ല ചൂടുള്ള ഇസ്തിരി പെട്ടുമ്പോൾ ഞാനിപ്പോൾ ഈ കൈ കൊണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ആ സമയത്ത് എന്തോ എൻ്റെ പൊട്ട ബുദ്ധി അതും കൂടി കണ്ടുമ്പോൾ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നല്ല രസമുണ്ടായിരുന്നു. അതിൻ്റെ പിന്നാലെ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളതെല്ലാം തീരുമാനമാക്കി നല്ല ഭംഗിയൊക്കെ ഉണ്ടാവും. ഇപ്പോൾ നല്ല ഫ്ലവറായില്ലേ. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കാര്യം മൈൻഡ് ചെയ്യണ്ട കേട്ടോ. പകൽ നമ്മൾ വോയിസ് ഇടുമ്പോൾ കാക്ക പൂച്ച മ്യാവുമയോ എല്ലാവരും ഉണ്ടാവും. രാത്രി വോയിസ് ഇട്ടിട്ട് ഒരുപാട് നെഗറ്റീവ് അല്ല, സൗണ്ട് ക്ലിയർ ഇല്ല എന്ന് പറഞ്ഞിട്ട് ഒരുപാട് കമൻറ്റ്സ് വന്നതുകൊണ്ടാണ് ഞാൻ പകൽ തന്നെ വോയിസ് ഇടുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാവും, ക്ഷമിക്കുക. എൻ്റെ വോയിസ് മാത്രം ശ്രദ്ധിച്ചാൽ മതി. അപ്പം നമ്മളിതാ ഫ്ലവറിൻ്റെ മുട്ടിൽ മിനിരിത്തിരി, അപ്പോൾ ഒരു മുട്ടിലൊരു കമ്പി കൊളുത്തിയിട്ട് ഒരു മുത്തും വെച്ചെടുത്തിട്ട് ഫ്ലവർ റെഡിയായി. ഇനി അതൊരു കുഞ്ഞു ഡെക്കോറൊക്കെ ആക്കിയിട്ട് നമുക്ക് വെക്കാം. എൻ്റെ അടുത്തൊരു കുഞ്ഞ് ചട്ടിൻ്റെ അതിന് ഞാൻ അതിൽ തന്നെ വെച്ചു. ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ടാറ്റാ.